നിങ്ങൾ ആരും കള്ളം പറയരുത്. കള്ളം പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. ശിഷ്യനായ കുരങ്ങനുണ്ണിയോട് കള്ളം പറഞ്ഞ കാട്ടിലെ കുറുക്കൻ വൈദ്യന്റെ രസകരമായ ഒരു കഥ നമുക്ക് കാണാം. ഈ ആറന്മുള കണ്ണാടി കിട്ടിയത് എന്റെ ഭാഗ്യം. എപ്പോ വേണമെങ്കിലും സൗന്ദര്യം നോക്കാം. കണ്ണാടിയാദ്യമായൻ ഭാഗ്യരൂപം സ്വന്തമാക്കി. ഹായ്, മനോഹരമായിരിക്കുന്നു. എന്തൊരു താളം, എന്തൊരു ഭാവം, എന്തൊരു ബോധമില്ലായ്മ. ഞങ്ങൾ കുറുക്കന്മാർക്ക് കൂവാൻ മാത്രമല്ല പാടാനും അറിയാമെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ? പണ്ട് ഞാൻ ഇതിലും നന്നായി പാടിയിരുന്നതാണ്. ഇപ്പോ പഴയതുപോലെ സംഗതിയൊന്നും വരുന്നില്ല. സംഗതിയൊക്കെ തീർന്നു കാണും. വെള്ളത്തിൽ തലകുത്തി നിന്ന് സ്വാഗതം ചെയ്യും. സ്വാഗതമല്ല, സാധകം. കലാബോധമില്ലാത്ത ഇവൻ ആരാണ്? അടിയന്റെ മകനാ, അങ്ങയുടെ ശിഷ്യനാക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ശിഷ്യനാക്കാനോ? അതെ, പറ്റില്ലാന്ന് മാത്രം അങ്ങ് പറയരുത്. മഹാവികൃതിയും മരമണ്ടനുമായ ഇവനെ മിടുക്കനാക്കിയെടുക്കാൻ അതിബുദ്ധിമാനും തന്ത്രശാലിയുമായ അങ്ങയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അങ്ങയുടെ തന്ത്രങ്ങളെ കുറിച്ച് അടിയൻ പഞ്ചതന്ത്രം കഥകളിലൂടെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ അതെ, പഞ്ചതന്ത്രം കഥകളിൽ ഞാനങ്ങ് നിറഞ്ഞു നിൽക്കുകയല്ലേ. ഇനി വരുമ്പോ ഒരു കോപ്പി കൂടി കൊണ്ടുവരണം കേട്ടോ. കാപ്പി കൊണ്ടുവരാനോ? കാപ്പിയല്ല, പഞ്ചതന്ത്രം കഥയുടെ കോപ്പി. നിനക്ക് ചെവിയും കേക്കില്ലേ? കോപ്പി എത്ര വേണമെങ്കിലും കൊണ്ടുവരാം. പക്ഷെ ഈ കുരങ്ങനുണ്ണി അങ്ങ് മിടുക്കനാക്കി തരണം. അക്കാര്യം ഞാൻ ഏറ്റു. എടോ കുരങ്ങച്ച, തനിക്കറിയാമോ? എനിക്കറിയില്ല. എന്താ? 12 കൊല്ലം കുഴലിൽ ഇട്ടിട്ട് നിവരാത്ത ഒരു നായയുടെ വാലി ഒറ്റ ദിവസം കൊണ്ട് നിവർത്തിയവനാ ഈ കുറുക്കനാശാൻ. അത്ഭുതം തന്നെ. നായയുടെ വാല് നെടിയെ തിളച്ച് കമ്പിയേറ്റ് കാണും. പോട്ടെ ആശാനെ, കുട്ടിയല്ലേ. ഇതുപോലെ കാട്ടാറിൽ 101 കുളി നടത്തിയിട്ടും വെളുക്കാത്ത ഒരു കാക്കയെ ഒറ്റ ദിവസം കൊണ്ട് വെളുപ്പിച്ചവനാ ഈ ഞാൻ. സമ്മതിക്കണം. കാക്കയുടെ തൊലിയുരിഞ്ഞ് ചൂടുവെള്ളത്തിലിട്ടാണോ വെളുപ്പിച്ചത്? ക്ഷമിക്കാശാനെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇവൻ മഹാവികൃതിയാണെന്ന്. അങ്ങ് വേണം ഇവനെ നന്നാക്കിയെടുക്കാൻ. മനഃശാസ്ത്രപരമായി അങ്ങ് ഇവനെ ചികിത്സിക്കണം. അവിടുത്തെ ക്ഷമയും അറിവും എല്ലാം ഇവന് പകർന്നു കൊടുക്കണം. ക്ഷമയോ? ഇപ്പൊ തന്നെ എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്ന മട്ടാണ്. ആശാനെ, ഞങ്ങളോട് ദയ കാട്ടണം. സ്വന്തം കുഞ്ഞിനെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു. ധൈര്യമായി പൊയ്ക്കോളൂ. കുരങ്ങനുണ്ണിയെ ഒരു ശിഷ്യനായി ഇവിടെ നിർത്തി മിടുക്കനാക്കി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. അച്ഛൻ പോവുകയാണോ? ഇല്ല, ഞാനിവിടെ നിൽക്കില്ല. അച്ഛാ, ഞാനും വരുന്നു. ഓടിക്കോ. അയ്യോ, എന്റെ വാലേ. നായയുടെ വാല് എനിക്ക് പുല്ല. പിന്നെയാ നിന്റെ ഒരു ഉണക്ക വാല്. ഇവിടെ വാടാ. പണിയെടുത്തു മടുത്തു. രാവിലെ തന്നെ ഒരു ചുമട് പണിയും തന്നിട്ട് ചികിത്സ നടത്താൻ പോകുന്ന കുറുക്കനാശാനാണെങ്കിൽ എത്തുന്നത് വൈകുന്നേരം. ഞാൻ കൃത്യസമയത്ത് ആഹാരം കഴിക്കാറുണ്ടോ എന്ന് പോലും ആശാൻ തിരക്കാറില്ല. എല്ലാത്തിനും കാരണക്കാരൻ എന്റെ അച്ഛനാണ്. ഞാൻ അല്പം കുസൃതിയാണെന്ന് കരുതി എന്നെ ഇവിടെ കൊണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ?
വീട്ടിലായിരുന്നെങ്കിൽ ഒരു പണിയും ചെയ്യാതെ കളിച്ച് നടക്കാമായിരുന്നു. എന്താടാ കുരങ്ങനുണ്ണി, പണിയെടുക്കാതെ നിന്ന് സ്വപ്നം കാണുകയാണോ? കുറുക്കനാശാൻ, കിഴക്കേ മലയിലെ കലമാന്റെ കൊമ്പിൽ മരുന്ന് പുരട്ടാൻ പോയ അങ്ങ് എന്താണ് ഇത്ര താമസിച്ചത്? 2 ആഴ്ച മരുന്ന് പുരട്ടിയിട്ടും കലമാന്റെ കൊമ്പിന്റെ വളർച്ച നിന്നില്ല. അതുകൊണ്ട് തന്നെ കൊമ്പുകൾ പിഴുതെടുത്ത് പകരം മരത്തിന്റെ 2 കൊമ്പുകൾ ഫിറ്റ് ചെയ്തു. ഇനി കലമാന്റെ കൊമ്പുകൾ വളരില്ല. കലമാന്റെ പിഴുതെടുത്ത കൊമ്പുകളാണല്ലേ ആശാന്റെ കയ്യിലിരിക്കുന്നത്? അതെ അതെ, വിറ്റവും നല്ല വില കിട്ടുന്ന സാധനമാ. നീ ഇത് അകത്ത് കൊണ്ടുപോയി വെച്ചേക്ക്. അങ്ങനെ ആവട്ടെ. ഇതെന്താ ആശാനെ ഈ ഭരണിയിൽ? തിന്നാൻ വല്ലതുമാണോ? ഓ, തിന്നണമെന്നുള്ള ഒരു ചിന്ത മാത്രമല്ലേ നിനക്കുള്ളൂ. മര്യാദയ്ക്ക് പറഞ്ഞ പണി ചെയ്യ്. ചെയ്തോളാവേ. ഈ ഭരണിയിൽ ഈന്തപ്പഴങ്ങളാണെന്ന് ആ കൊതിയൻ അറിയണ്ട. ഹോ, എന്തൊരു രുചി! കലമാൻ തന്നു വിട്ട ദക്ഷിണ കൊള്ളാം. അടിപൊളി. ഹോ, എന്താ ചൂട്! ഹ, 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 ഓ, ഹ, 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 ഹ. എന്തായിരിക്കും ഈ ഭരണിയിൽ? വല്ല പാൽപായസവും ആയിരിക്കോ? നീ എന്താടാ ആ ഭരണിയിൽ നോക്കിയിരുന്ന് വെള്ളമറക്കുന്നത്? ഈ ഭരണിയിൽ എന്താണെന്ന് അങ്ങിതുവരെ എന്നോട് പറഞ്ഞില്ല. അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? ഇതൊരു വൈദ്യശാലയാണ്. ഇവിടെ എങ്ങനെ പലതും കൊണ്ടുവന്ന് വയ്ക്കും. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ ഈ ഭരണിയിൽ എന്താണെന്ന് മാത്രം മനസ്സിലായില്ല. മനസ്സിലായിടത്തോളം മനസ്സിലായാ മതി. മനസ്സിലായോ? മനസ്സിലായേ. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നീ ആ സഞ്ചിയിലെടുത്തു വെച്ചോ? എടുത്തു വെച്ചു. കൊടിലെടുത്തു വെച്ചോ? കൊടലോ? ഓ, കൊടലല്ലടാ, കൊടില്. ഓ, എന്തൊരു മണ്ടൻ! ഇടാ, പല്ലുവേദന കാരണം ഗുഹയിൽ കഴിയുന്ന കടുവച്ചാരുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ചിലപ്പോ മുഴുവൻ പല്ലുകളും പറിച്ചു കളയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നഖങ്ങളും ഞാൻ പറിക്കും. അതിനാണ് ഈ കൊടില്. കൊടിൽ സഞ്ചിയിൽ വെച്ചിട്ടുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആശാനെ, കടുവയുടെ ഗുഹയിലേക്ക് പോവുകയല്ലേ? പോകുന്നതിന് മുമ്പ് ആ ഭരണിയിൽ എന്താണെന്നറിയാൻ അടിയൻ ആഗ്രഹമുണ്ട്. ഹോ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, അത് കുറച്ച് വിഷക്കായ്കളാണ്. വിഷചികിത്സയ്ക്ക് മരുന്നുണ്ടാക്കാൻ കൊണ്ടുവന്നതാ. നീ അതിൽ തൊടാനൊന്നും പോകണ്ട. അയ്യോ, അത് വിഷക്കായ്കളാണെങ്കിൽ അതിനടുത്തേക്ക് പോലും ഞാനില്ല. എന്നാ ഞാൻ പോട്ടെ. വിഷക്കായ്കളൊന്നും എടുത്ത് കഴിച്ചേക്കരുതേ. അയ്യോ, ഞാൻ കഴിക്കുന്നില്ലേ. എനിക്കതൊന്നും തീരെ ഇഷ്ടമല്ല. എന്തായാലും കടുവച്ചാരുടെ പല്ല് പറിക്കുന്നതോടെ എല്ലാ ചികിത്സയും നിന്നോളൂ. എനിക്കും മനസ്സിലാകാത്തത് ഈ വിഷക്കായ്കൾ കൊണ്ടുവച്ചിരിക്കുന്നത് എന്തിനാണെന്നാണ്. വിഷക്കായ് കൊണ്ട് എങ്ങനെയാണ് വിഷചികിത്സയ്ക്ക് മരുന്നുണ്ടാക്കുന്നത്? ആവോ, ആർക്കറിയാം. എന്തായാലും ഭരണി തുറന്ന ആ വിഷക്കായ്കളൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഈന്തപ്പഴത്തിന്റെ നല്ല മണം. നോക്കട്ടെ. ഹായ്, ഇത് ഈന്തപ്പഴങ്ങൾ തന്നെയാണല്ലോ. ഇത് വിഷക്കായ്കളാണെന്ന് എന്നെ പറ്റിക്കാൻ ആശാൻ നുണ പറഞ്ഞതാണ്. എനിക്ക് തരാതെ ഈ ഈന്തപ്പഴം മുഴുവൻ സാപ്പിടാനുള്ള ആശാന്റെ തന്ത്രമായിരുന്നല്ലേ. ഞാനിത് മുഴുവൻ സാപ്പിടാൻ പോവുകയാണ്. ഹായ്, എന്തൊരു മധുരം! ഇന്നെന്റെ ഭാഗ്യ ദിവസമാണ്. ഈന്തപ്പഴങ്ങൾ മുഴുവൻ തീർന്നു. ഇനി കുറുക്കനാശാൻ വരുമ്പോൾ ഞാൻ എന്തു പറയും? വേഗം എന്തെങ്കിലും പോംവഴി കാണാം. കുറുക്കനാശാന്റെ ആറന്മുള കണ്ണാടി. ഇതുകൊണ്ടൊരു പണി ഒപ്പിക്കാം.
കുരങ്ങനുണ്ണി, കുരങ്ങനുണ്ണി, ഇവൻ എവിടെ പോയി? കുരങ്ങനുണ്ണി, ഇവനിതെന്ത് പറ്റി? കുരങ്ങനുണ്ണി, കുരങ്ങനുണ്ണി, മോനെ കണ്ണ് തുറക്കു മോനെ. ആശാനെ, മാപ്പ് മാപ്പ്. നിനക്ക് എന്ത് പറ്റിയടാ മോനെ? ആശാനെ, എന്നോട് ക്ഷമിക്ക്, എനിക്കൊരു തെറ്റ് പറ്റി. സാരമില്ല, നീ കുട്ടിയല്ലേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ കാര്യം പറയൂ. ആശാന്റെ ആറന്മുള കണ്ണാടി എന്റെ കയ്യിൽ നിന്ന് അറിയാതെ നിലത്ത് വീണ് പൊട്ടി. എന്ത്? എന്റെ ആറന്മുള കണ്ണാടി പൊട്ടിയെന്നോ? ഈശ്വരാ, ഞാനിനി എങ്ങനെ രാവിലെയും വൈകുന്നേരവും മുഖ സൗന്ദര്യം നോക്കും? എല്ലാം നീ തകർത്തില്ലേ? അയ്യോ, അങ്ങ് വരുമ്പോൾ ഇതറിഞ്ഞ് കോപം കൊണ്ട് എന്നെ ശപിച്ച് ഭസ്മമാക്കുമെന്ന് കരുതി അങ്ങ് കൊണ്ടുവന്ന ആ വിഷക്കായകൾ തിന്നിട്ട് ഞാൻ മരിക്കാൻ കിടക്കുകയായിരുന്നു. അതും നീ കഴിച്ചോ? ഈശ്വരാ, എന്റെ ഒരു ഗതികേട്. ഭരണിയിലുള്ളത് മുഴുവൻ നീ കഴിച്ചിട്ടില്ലല്ലോ, അല്പമെങ്കിലും ബാക്കി വെച്ചിട്ടില്ലേ? മരിക്കാൻ വേണ്ടി അത് മുഴുവനും ഞാൻ കഴിച്ചു. എന്നെ ശപിക്കില്ലേ ആശാനെ? എഴുന്നേക്കൂ കുരങ്ങനുണ്ണി, എല്ലാം എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണ്. അത് ഈന്തപ്പഴമാണെന്ന് നിന്നെ അറിയിച്ചിരുന്നെങ്കിൽ എനിക്കായി നീ അല്പമെങ്കിലും ബാക്കി വെക്കുമായിരുന്നു. സ്വാർത്ഥതയാൽ അത് വിഷക്കായ്കളാണെന്ന് നിന്നോട് ഞാൻ കള്ളം പറഞ്ഞതുകൊണ്ടാണ് അത് കഴിക്കാൻ എനിക്ക് കഴിയാതെ പോയത്. ഇതിലൂടെ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, കള്ളം പറയുന്ന ശീലം നന്മ വരുത്തുകയില്ലെന്ന്. എന്നോട് ക്ഷമിക്കാശാനെ, അങ്ങയുടെ ആറന്മുള കണ്ണാടി ഞാൻ... സാരമില്ല കുരങ്ങനുണ്ണി, ചങ്ങാതി നന്നായാൽ പിന്നെ കണ്ണാടി വേണ്ട.